ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്ന് ചോദിക്കുന്നുണ്ട്, ബ്രോ യു എയിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ബ്രോ എന്ത് കോഴ്സാണ് പഠിച്ചത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്ത് കോഴ്സാണ് ചെയ്തത്, അതുപോലെ തന്നെ ഞാനിപ്പോൾ യു എയിൽ എന്ത് വർക്കാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ പഠിച്ചതെന്ന് പറയുന്നത് MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനാണ്. അതായത് എൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനാണ്. അതായത് ഞാൻ ഡിഗ്രി പഠിച്ചത് BA ലിറ്ററേച്ചറാണ്. BA ലിറ്ററേച്ചറിന് ശേഷം ഞാൻ എടുത്ത കോഴ്സാണ് MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ. MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു മെഡിക്കൽ ഫീൽഡാണ്. അതായത് ഹോസ്പിറ്റലിലാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഞാനിപ്പോൾ അതായത് എനിക്ക് ജോലി കിട്ടിയത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ യു എയിലോട്ട് വന്നത്. നാട്ടിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് ജോലി സെറ്റായതിന് ശേഷമാണ് ഞാൻ യു എയിൽ വന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഇനി MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു PG കോഴ്സാണ്, 2 വർഷത്തെ കോഴ്സാണ്. ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെമ്മിൽ ഏകദേശം 30,000 രൂപ അടുപ്പിച്ച് വരും. അങ്ങനെ ടോട്ടലിൽ 4 സെമ്മാണ് ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഇത് എനി ഡിഗ്രിയാണ് ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എടുക്കാനായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഒരേ ഒരു കോളേജിലെ ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന കോഴ്സുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പഠിച്ച സമയത്ത് 25 സീറ്റേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് 30 സീറ്റാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ ടോട്ടൽ കേരളത്തിൽ 30 സീറ്റ് മാത്രമേ ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന കോഴ്സിനുള്ളൂ. ഈ കോളേജ്, അതായത് ഈ കോഴ്സുള്ള കോളേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചത് കോട്ടയത്താണ്. അതായത് കോട്ടയത്ത് SME കോളേജിൽ മാത്രമാണ് ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന കോഴ്സുള്ളൂ. അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഏത് PG എടുക്കണം അങ്ങനെയുള്ള കൺഫ്യൂഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു കോഴ്സാണ് ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതായത് ഈ MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന കോഴ്സ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്ന ഡിഗ്രി വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എനി ഡിഗ്രിയാണ് അതായത് ഈ കോഴ്സ് എടുക്കാനായിട്ട് എനി ഡിഗ്രിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് ഡിഗ്രി ആണെങ്കിൽ പോലും, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ എടുത്തത് BA ലിറ്ററേച്ചറായിരുന്നു. അതായത് BA ഇംഗ്ലീഷാണ്. BA ഇംഗ്ലീഷ് എടുത്തിട്ടാണ് ഞാൻ മെഡിക്കലിലോട്ട് പോയത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതാണോ ഡിഗ്രി, ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് MSc മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ്റെ അകത്തോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം കോഴ്സിൽ അത്യാവശ്യം നല്ല രീതിക്ക് മെഡിക്കൽ പരമായിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതെല്ലാം പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ +2 സയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, നിങ്ങൾക്ക് പേഷ്യൻ്റെ അടുത്തോ അങ്ങനെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു പാരാമെഡിക്കൽ കോഴ്സ് പോലെയാണ്. അതായത് നിങ്ങൾക്ക് സുഖമായിട്ട് ഓഫീസിൻ്റെ അകത്തിരുന്ന് തന്നെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ജോബും വലിയ സ്ട്രെസ്ഫുള്ളൊന്നും അല്ലായിരിക്കും. നമുക്ക് നോർമലായിട്ട് റിലാക്സ് ചെയ്ത് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് നിങ്ങളുടെ അറിവിലാണെങ്കിൽ പോലും ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് ഏത് PG ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ. അപ്പോൾ ഈ കോളേജിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, കോളേജ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് ഗാന്ധിനഗറിലാണ് SME കോളേജ് ഉള്ളത്. കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതായിരിക്കും. അതായത് കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അഡ്മിഷൻ ഏകദേശം ഒരു ഓഗസ്റ്റ് ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്കിലൊക്കെ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ സിലബസോ അങ്ങനെ എന്ത് ഡൗട്ട് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വാട്സപ്പ് നമ്പർ തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.